ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളായ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് പെസഹ വ്യാഴാഴ്ച. നമ്മുടെ കർത്താവ് തൻ്റെ കുരിശിലെ ബലിക്ക് ആമുഖമായി സഹിയോൻ ഊട്ടുശാലയിൽ തിരുവത്താഴ സമയത്ത് അവിടുന്ന് തന്നെ പ്രതീകാത്മകമായി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പുണ്യദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈവം ദൂരെ നിൽക്കുന്ന ഒരു ദൈവമല്ല, ഓരോ ദിവസവും നമ്മളെ തേടി വരുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ എനിക്ക് തൊട്ടറിയാൻ പറ്റുമെന്ന് അത് പരിശുദ്ധ കുർബാനയിലാണ്. ഈ കുർബാന അവിടുത്തെ സ്വയം ദാനമാണ്. ഈശോ നമുക്കായി സ്വയം നൽകുന്ന ആ ഒരു വലിയ ദാനമാണ്, സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഓരോ ദിനവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയും അതുപോലെ അത് പരികർമ്മം ചെയ്യുവാനായി ഏതാനും വ്യക്തികളെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് പൗരോഹിത്യം എന്ന കൂദാശയും നമ്മുടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധമായ ദിനമാണിത്. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിലുള്ള സഭയുടെ സമയത്ത് നമുക്ക് അവിടുത്തെ സാമീപ്യം നൽകുന്ന, സാന്നിധ്യം നൽകുന്ന രണ്ട് കൂദാശകളാണ് പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. ഓരോ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നമ്മൾ ദൈവ ഐക്യത്തിലേക്ക് കടന്നു വരുന്നു, ഈശോയുമായിട്ട് ഐക്യപ്പെടുന്നു. അതിലൂടെ രക്ഷ സാധ്യമാവുകയാണ്. ആരാണ് രക്ഷിക്കപ്പെടുന്നവൻ? ഈശോയുമായി ഐക്യപ്പെടുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നവൻ രക്ഷയുടെ അനുഭവത്തിലാണ്. അവന് യോഗ്യതയോടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവിടുത്തെ സ്വീകരിക്കാൻ സാധിക്കുകയാണ്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ശക്തിപ്പെടുന്നു, അവിടുന്നുമായിട്ട് ഐക്യപ്പെടുന്നു. അതിലൂടെ നമ്മുടെ രക്ഷ കരഗതമാകുന്നു. അവിടുത്തെ ആത്മദാനം നമുക്ക് ഒരു വലിയ കരുത്തായിട്ട് മാറുകയാണ്. പരിശുദ്ധ കുർബാന നമുക്ക് ഓരോരുത്തർക്കും രണ്ട് ശക്തികൾ നൽകുന്നതായി പറയാറുണ്ട്. ഒന്നാമതായിട്ട് ബലിയാകാനുള്ള ശക്തിയാണ്. നമ്മുടെ കർത്താവ് അവിടുത്തെ ജീവിതം മുഴുവൻ ആത്മദാനമായിരുന്നു. അവിടുത്തെ കുരിശാരോഹണം അവിടുത്തെ ആത്മദാനമായിരുന്നു. അവിടുന്ന് സ്വയം സമർപ്പിക്കുകയാണ് കുരിശിലൂടെ. അങ്ങനെ മനുഷ്യന് രക്ഷയുടെ പുതിയൊരു വഴി കാട്ടിക്കൊടുക്കുകയാണ്. അത് ഭീരുത്വത്തിന്റെ ഒരു മാർഗമായിരുന്നില്ല. റോമാക്കാര് പടയാളികൾക്ക് കീഴടങ്ങുകയായിരുന്നില്ല. മറിച്ച് അവിടുന്ന് ധൈര്യപൂർവം ആ കുരിശ് മരണത്തെ സ്വീകരിക്കുകയായിരുന്നു. അവിടത്തേക്ക് ബലിയാകാൻ മനസ്സുണ്ടായിരുന്നു. അതിനുള്ള കരുത്തിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ബലിയാകുവാൻ നമുക്കും കരുത്ത് ലഭിക്കുകയാണ്. ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാനയില് സ്ഥാപനവാക്യങ്ങൾ ഉരുവിടുന്ന സമയത്ത് ഇതിന്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കൻ എന്ന് പറയുമ്പോൾ ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, മക്കളെ, ഇന്ന് നിങ്ങൾക്കായി പകുത്തു നൽകാൻ എനിക്ക് മനുഷ്യ ശരീരമില്ല, ആരെനിക്ക് ശരീരമാകും? നമ്മളെല്ലാവരും കൂടെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആമേൻ എന്ന് ചൊല്ലും. അത് ഞങ്ങൾ കർത്താവെ നിന്റെ ശരീരമായിക്കൊള്ളാം എന്നുള്ളതാണ്. ഇതിന്റെ രക്തമാകുന്നു, പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് മനുഷ്യ രക്തമില്ല. പ്രിയപ്പെട്ടവരെ, ആരെനിക്ക് രക്തമായിട്ട് മാറും, ജീവനായിട്ട് മാറും? നമ്മൾ അതിനും ആമേൻ ചൊല്ലുകയാണ്, ഞങ്ങളായിക്കൊള്ളാം. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താ? നീ എന്റെ ശരീരമാണെങ്കിൽ നീ മുറിക്കപ്പെടുമ്പോൾ വേദനയുണ്ടാവും. നീ തയ്യാറാണോ? ആമേൻ. നീ രക്തമാണെങ്കിൽ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടും, അത് നിനക്ക് വലിയ വേദന നൽകും. തയ്യാറാണോ? ആമേൻ നമ്മൾ ചൊല്ലുകയാണ്. സഹനം രക്ഷാകരമാണ് എന്നുള്ളൊരു വലിയ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ
സ്വയം ദാനം ചെയ്യാൻ, മറ്റുള്ളവർക്കായി നമ്മളെ തന്നെ മുറിച്ചു കൊടുക്കാൻ, അതാണ് രക്ഷയുടെ വഴിയെന്ന് എന്ന ബോധ്യത്തോടെ നമ്മളെ തന്നെ പകുത്തു കൊടുക്കാൻ നമുക്ക് കരുത്ത് നൽകുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ശക്തി അനുരഞ്ജിതരാകാനുള്ള ശക്തിയാണ്. സീറോ മലബാർ സഭയിൽ നമ്മുടെ കർമ്മക്രമങ്ങൾ അനുസരിച്ച് വിശ്വാസികൾ വാതുറന്ന് ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. അനുരഞ്ജിതരായി തീരാൻ, പരസ്പരം ക്ഷമിക്കാനുള്ള കൃപ പരിശുദ്ധ കുർബാന എന്ന കൂദാശ നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. ക്ഷമിക്കാനായിട്ടുള്ള കരുത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലരോടും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഈ ക്ഷമിക്കാനുള്ള കഴിവില്ലായ്മയാണ് ഉള്ളിൽ പകയും വിദ്വേഷവും മാത്സര്യ ബുദ്ധിയും എല്ലാം നിലനിർത്തുന്നതാണ് സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും എല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. ക്ഷമിക്കുകയാണെങ്കിൽ, അനുരഞ്ജനപ്പെടുകയാണെങ്കിൽ, പരസ്പരം കൂട്ടായ്മയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് ഒരു സമൂഹമായിട്ട് എവിടെയും നമുക്ക് മുന്നോട്ട് പോകാം. അത് നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, സമൂഹത്തിൽ, സഭയിലുമൊക്കെ നമുക്ക് ഈ അനുരഞ്ജനത്തിന്റെ വലിയൊരു ആവശ്യമുണ്ട്. ഇന്ന് വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ക്ഷമിക്കാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാന ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് നൽകും. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണമേ കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമുക്ക് യഥാർത്ഥത്തിൽ പെസഹായാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, അത് സ്ഥാപിതമായ ദിനം. ഇന്ന് നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ കുർബാനയിലൂടെയും നമുക്ക് നൽകുന്ന ബലിയാകാനുള്ള ശക്തിയും അനുരഞ്ജനത്തിനുള്ള ശക്തിയും സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ കർത്താവിന്റെ സാക്ഷികളാകാൻ, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ദാനം നൽകാൻ, സ്വയം ദാനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.